പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരുന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതിനായി സർവശക്തനായ യേശു രാജ ഒരിക്കൽ കൂടി ഓർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ധാരാളം ആളുകൾ വാട്സപ്പിൽ കൂടെ എന്നോട് സംസാരിക്കാറുണ്ട്. ഞാൻ പൊതുവേ വാട്സപ്പോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്ന ആളല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും രണ്ടും സന്ദേശങ്ങൾ വായിക്കാറുണ്ട്. അങ്ങനെ വായിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്: ഈ ആധുനിക കാലഘട്ടത്തെ ഇവിടുത്തെ നാം എങ്ങനെ നോക്കിക്കാണണം? അപ്പോൾ അതിന് ഞാൻ ഒന്നാമത് കൊടുത്ത ഒരു ഉത്തരമെന്ന് പറയുന്നത്, നമ്മൾ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ പൂർണ്ണ വളർച്ചയെത്തിയതും അതിൻ്റെ വികസനങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് തത്തുല്യമായ ഒരാത്മീയ വളർച്ചയും ആത്മീയ തലത്തിലും സംഭവിക്കുന്നുണ്ട്. ഭൗതിക വളർച്ചയും ഭൗതിക തത്വശാസ്ത്രങ്ങളും അതിൻ്റെ ബഹിരാകാശ പേടകങ്ങളും ചന്ദ്രനിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ധാരാളം ആളുകൾ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ജ്ഞാനത്തിൽ, വിവേകത്തിൽ, പ്രാർത്ഥനയിൽ, ദാനധർമ്മത്തിൽ, നല്ല കുംഭസാരങ്ങളിൽ, ഒരുക്കത്തിൽ, പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിൽ ഒക്കെ ധാരാളം ആളുകൾ ആ രീതിയിൽ വിശുദ്ധീകരണ പ്രക്രിയ നടത്തുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അവർ ചോദിക്കും ചോദ്യം, ഈ കാലഘട്ടത്തിൽ നാം ഏത് രീതിയിലാണ് ഈ ലക്ഷണങ്ങളെ നോക്കി കാണേണ്ടത്? അപ്പോൾ അതിൻ്റെ അഭിപ്രായത്തിൽ ചില ക്ലാസ്സുകൾ തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ചില വോയിസ് ക്ലിപ്പുകൾ എനിക്ക് ഇടുകയുണ്ടായി. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ള ചില കാഴ്ചകൾ ഒരു 1-2-3 ഭാഗങ്ങളായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ വോയിസ് ക്ലിപ്പിൻ്റെ ആശയം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ആദ്യത്തെ വചനം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഈ പെരുമ്പാമ്പിനെ കൊല്ലാൻ ആർക്കും സാധിക്കും. ഒരു പെരുമ്പാമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പെരുമ്പാമ്പ് എന്താണ്? പെരുമ്പാമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. അത് ഇരയെ ചവയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല, എടുത്ത് വിഴുങ്ങുക. പെട്ടെന്ന് തന്നെ ചുറ്റിക്കൂട്ടി വളച്ച് ഉരുട്ടിക്കൂട്ടി ആ ജീവിയെ ഞെരിച്ചമർത്തി വിഴുങ്ങുക. എന്നതുപോലെ തന്നെ ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ മുഴുവനും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു പെരുമ്പാമ്പ് ലോകത്തെ ആവരണം ചെയ്ത് ചുറ്റപ്പെട്ടിരിക്കുന്നു. അത് വചനരൂപത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കേണ്ടത്. അത് വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 8-ാം തിരുവചനത്തിൽ പരമപരിശുദ്ധനായ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ത്രിയേക ദൈവം, ത്രിത്വം തന്നെ യേശു തന്നെ എഴുതിയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരൊന്നും തെറ്റൊന്നുമല്ല. അപ്പോൾ നമുക്കിങ്ങനെ വായിക്കാം. 14:8 അവിടെ ഇങ്ങനെ വായിക്കുകയാണ്: ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമത് ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണു, ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. പ്രിയ സഹോദരരെ, ഇത് ഒരു പ്രധാനപ്പെട്ട വചനമായിട്ട് നമ്മൾ കാണാം. കാരണം നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ അഥവാ ടെലിവിഷനുകൾ, ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോണുകൾ ഒക്കെ നമുക്ക് ദൃശ്യമാധ്യമങ്ങളായിട്ട് നമ്മുടെ ശബ്ദവും ചലനവും വ്യക്തിയെയും നിറങ്ങളെയും കളറുകളെയും എല്ലാം കാണുവാനുള്ള ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയായ മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതിൻ്റെ മറ്റൊരു വലിയൊരു വിഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ആധുനിക ലോകമായിട്ട് കയറി വരികയാണ്. അത് എന്താണെന്ന് ചോദിച്ചാൽ അത് റോബോട്ടുകളെ അതിസുന്ദരികളായ റോബോട്ടുകളെയൊക്കെ പുരുഷന്മാരെയും സ്ത്രീകളൊക്കെ വാങ്ങാൻ കിട്ടുന്ന പശ്ചാത്തലം നമ്മൾ മുമ്പിൽ എത്തപ്പെട്ടു കഴിഞ്ഞു. അവിടെ കർത്താവ് പറയുകയാണ്, ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് സകലതകളെയും കുടിപ്പിച്ചിരുന്ന ബാബിലോൺ നിലംപതിച്ചു എന്ന് പറയും. പക്ഷെ നിലംപതിക്കുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടിട്ടില്ല. എന്നാൽ എന്താണ് ഈ ഭോഗാസക്തി എന്ന് വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കുമ്പോൾ എനിക്ക് അയച്ചു തന്ന ആ വോയിസ് ക്ലിപ്പ് നമ്മുടെ കേരളം ഒരു സോദോം ഗോമോറ ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ സഹോദരൻ ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടുതന്നത്. അതായത് അദ്ദേഹം എന്നോട് ആ വോയിസ് ക്ലിപ്പിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: കേരളം ഇന്ന് ഒരു സോദോം പോലെയോ അല്ലെങ്കിൽ ഗോമോറോ പോലെയോ ഉള്ള രീതിയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്രദറെ, നിങ്ങളത് അറിയുന്നുണ്ടോ? നിങ്ങളിപ്പോൾ വാർത്ത കേൾക്കാറുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാർത്തകൾ ശ്രദ്ധിക്കാറില്ല പൊതുവെ. എന്നാൽ ചിലപ്പോഴൊക്കെ അല്പം വാർത്തകൾ ശ്രദ്ധിച്ചാൽ അത് കേൾക്കാൻ കൊള്ളുന്ന ഒരു വാർത്തയോ അല്ലെങ്കിൽ മനുഷ്യന് സന്തോഷം തരുന്ന വാർത്തകളോ അല്ല. ഒന്നെങ്കിൽ ഭയം ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് ലജ്ജ തോന്നുന്നത്, അല്ലെങ്കിൽ വല്ലാതെ അത്ഭുതം തോന്നും. ജ്ഞാനിയും വിവേകിയും
എന്ന് നമ്മൾ വിശ്വസിക്കുന്ന, തത്വശാസ്ത്രങ്ങൾ അറിയാവുന്ന, പാഠങ്ങൾ പഠിപ്പിക്കുന്ന, ക്ലാസ് എടുക്കുന്ന വ്യക്തികൾ വീണു പോകുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ പേരും പ്രശസ്തിയും ഒരു ചില്ലു കൊട്ടാരം പോലെ തകർന്നടിയുന്നത് കാണുമ്പോൾ അവരൊക്കെ ആശ്രയിച്ചിരുന്ന ദൈവം ഏതോ എന്ന് ചിന്തിക്കുക. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു സത്യം ഇതാണ്: നാം ആരും അറിയാതെ തന്നെ, അതായത് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ടെലിവിഷനിൽ പൈസ ഇട്ട് ചാർജ് ചെയ്തിട്ട് നമ്മൾ ജ്ഞാനിയോ വിവേകിയോ ഒക്കെ ആയിരിക്കാം. എന്നാൽ പോലും ഭോഗാസക്തിയുടെ ചില പരിപാടികൾ നമ്മൾ വളരെ രഹസ്യമായിട്ട് കാണുന്നു. അങ്ങനെ കാണുന്നതിലൂടെ ദുഷ്ടാത്മാവ് അഥവാ ദുരാത്മാക്ക് നമ്മളിലേക്ക് ആവഹിക്കപ്പെടുകയും, അങ്ങനെ ആവഹിക്കപ്പെടുന്ന വ്യക്തി വിശുദ്ധിയുടെ തലം നഷ്ടപ്പെട്ട് ഒരു അശുദ്ധിയുടെ മേഖലയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വവും അവൻ്റെ സാമൂഹിക കുടുംബ പശ്ചാത്തലവും വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് ചോദിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു ഉത്തരം പറയുകയാണ്: നാം ഇന്ന് ഭോഗാസക്തിയുടെ ഒരു വലിയ പാനപാത്രം നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ ഈ മൊബൈൽ ഫോണുകൾ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചു നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾക്ക് 8, 10, 12 വയസ്സുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് ശാസ്ത്രീയമായിട്ടും അറിവുള്ളവരും അധ്യാപകരും പറയുമ്പോൾ എന്താണ് നമ്മൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്? 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മാനുഷികമായിട്ട് മനസ്സിലാക്കുന്നത്? ഒരപ്പൻ ഒരമ്മ അവർ പറയാണ് 15 വയസ്സിന് 10ാം ക്ലാസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കരുത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ: അവർ കാണണ്ടാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടുപോയാൽ അവരുടെ ആത്മാവും മനസ്സും അശുദ്ധമാകും. അത് ദുർപ്രവൃത്തികളിലേക്ക് അവരെ വലിച്ചിഴക്കും. അതവരുടെ വ്യക്തിത്വമാവാം, ശരീരമാകാം, ആത്മാവാകാം. നഷ്ടം സംഭവിക്കും, ഇല്ലാതെയാകും. ചിലപ്പോൾ അത് ആത്മഹത്യയിലേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ചില കേസുകളിൽ. അതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ഉള്ള പരമസത്യം എന്ന് പറയുന്നത്, ചില ഭോഗാസക്തിയുടെ വീഞ്ഞ് അവരറിയാതെയോ അറിഞ്ഞോ താല്പര്യപൂർവ്വമോ കുടിക്കുമ്പോൾ അവരെ കയറി പിടിച്ച് ചുറ്റി വളയുന്ന വലിയൊരു പെരുമ്പാമ്പുണ്ട്. ആ പെരുമ്പാമ്പിനെ, ആ ഭോഗാസക്തിയുടെ മാദമായ വീഞ്ഞിൻ്റെ ആസക്തിയാണ് പെരുമ്പാമ്പെന്ന് പറയുന്നത്. ആ ആസക്തിയിൽ നിന്നും അവൻ ഒരു കാരണവശാലും പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അവൻ ആ പാമ്പിൻ്റെ പിടുത്തത്തിൽ ബന്ധിക്കപ്പെട്ട് അതിൽ ഞെരിഞ്ഞമർന്ന് അവൻ്റെ വ്യക്തിത്വം, വിശുദ്ധി, ജ്ഞാനം, സത്യസന്ധത, നീതിബോധം, സഭയോടുള്ള താല്പര്യങ്ങൾ, കൗതാശീതങ്ങളിലെ വിശുദ്ധിയുടെ അളവുകൾ, ഇതൊന്നും ഒരു താല്പര്യമോ ഇഷ്ടമോ ഇല്ലാത്ത വിധം ഒരു നിർജീവാവസ്ഥ പ്രാപിക്കുകയും ആ നിർജീവാവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് അവൻ വളരെ വീണ്ടും ഇത്തരം പരിപാടിയിൽ കാണിച്ചുമ്പോൾ അവൻ്റെ ഒരു ആത്മീയ തലം അങ്ങ് നശിക്കുകയും വെറും ജഡം മാത്രമായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തെ ദുഃഖഭാവവും നിരാശയും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അത് ഈ പൈശാചികമായ തിന്മയുടെ പിടുത്തത്തിൽ മനുഷ്യൻ പെട്ടുപോകുന്നുണ്ടാണ്. അതിൻ്റെ ഒരു ആത്മീയ ഭാഷ്യമാണ്, ആത്മീയ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. വെളിപാട് 14:8 ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. ആ നിലംപതിക്കുക എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ഏതാനും വർഷങ്ങൾ കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഈ ദുഷ്ടശക്തികളെ ദൈവം നശിപ്പിക്കുന്നതായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവനും എന്തിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? സന്ധ്യയായാൽ, രാത്രിയായാൽ, അല്ലെ രാത്രിയുടെ കുറേ യാമങ്ങൾ മുന്നോട്ട് പോയാൽ, അല്ലെങ്കിൽ വെളുക്കാൻ കാലത്ത് അല്പസമയം മാത്രം ഉറങ്ങുന്ന മനുഷ്യൻ രോഗിയായി മാറുകയാണ്. 12 മണിക്ക് ശേഷം ഉറങ്ങാൻ കിടക്കുന്നു. വെളുപ്പിന് 4 മണിക്കോ 5 മണിക്കോ എഴുന്നേറ്റ് റബ്ബർ വെട്ടാനോ മറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നു. 4 മണിക്കൂറോ 3.5 മണിക്കൂറോ ഒക്കെ മാത്രമായിട്ട് ഉറങ്ങുന്നു. ബാക്കിയുള്ള സമയം മുഴുവനും ഈ മൊബൈൽ ഫോണിലോ ടെലിവിഷനിലോ മനുഷ്യൻ കണ്ണു നട്ടിരിക്കുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും ആത്മാവും ആസക്തിയുടെ അടിമത്തത്തിൽ പോവുകയും അവൻ ആഗ്രഹിക്കുന്നതുമെല്ലാം പതിവായിട്ട് കാണുകയും ചെയ്യുമ്പോൾ എന്നും മദ്യപിക്കുന്ന ആൾക്ക് ഒരു ദിവസം മദ്യം കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ശാരീരിക മാനസിക വ്യഥ തന്നെ അതേ തത്തുല്യമായ, അതിനേക്കാൾ ശക്തിയായ ഒരു മാനസിക വ്യഥയുണ്ടാവുകയും അവൻ ഭോഗാസക്തിയുടെ എന്തെല്ലാം പരിപാടി കാണാൻ പറ്റുമോ അതൊക്കെ കാണുന്നതിലൂടെ അവൻ്റെ വ്യക്തിത്വം നശിക്കുന്നു, കുടുംബ ബന്ധങ്ങൾ നശിക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നശിക്കുന്നു. ഇത് നമ്മൾ കാണുകയാണ്. ഇങ്ങനെ നമ്മളെ ശരിക്കും മനസ്സിലാക്കിയാൽ ഇതൊരു വലിയ പെരുമ്പാമ്പിൻ്റെ പിടുത്തമാണ്. ഈ പിടുത്തത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് രക്ഷ എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ വളരെ അസാധ്യമായ ഒന്നാണ്. അതിൻ്റെ ഒരു സത്യം മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഈ പള്ളിയിൽ പോകുമ്പോൾ പോലും യേശുക്രിസ്തു പരമപരിശുദ്ധനും സർവശക്തനും
നിത്യപ്രകാശവും നിത്യജീവനും മരണത്തെ ഇല്ലായ്മ ചെയ്തുമായി യേശു ക്രിസ്തു എന്ന പരമസത്യ ദൈവത്തിൻ്റെ ആ മഹത്വത്തിന് നന്ദി പറയുവാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും ദേവാലയത്തിൽ പോകുന്ന സമയത്ത് നമ്മുടെ കീശയിൽ ഈ മൊബൈൽ ഫോൺ ഇട്ടുകൊണ്ട് പോകുമ്പോൾ, അത് കൈകളിൽ പിടിക്കുമ്പോൾ, വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ നാം എന്താണ് മനസ്സിലാക്കേണ്ടത് പ്രിയ സഹോദരനെ? അവൻ ആ ആസക്തിയിൽ നിന്നും, ആ വസ്തുവിൻ്റെ ആസക്തിയിൽ നിന്നൊരു വിടുതൽ, 2 മണിക്കൂർ അടങ്ങുന്ന ദേവാലയത്തിൽ 1 മണിക്കൂർ അടങ്ങുന്ന ആ ദൈവിക സാന്നിധ്യത്തിനു മുമ്പിൽ ഈ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞിനെ മാറ്റിവെക്കുവാൻ സാധിക്കാത്ത വിധം അത്രമാത്രം അടിമത്വത്തിലേക്കും, അത്രമാത്രം അധീശത്വത്തിലേക്കും, അത്രമാത്രം പൈശാചി പിടുത്തത്തിലേക്കും, അത്രമാത്രം പെരുമ്പാമ്പിൻ്റെ വിഴുങ്ങലിൽ പാമ്പിൻ്റെ ഉള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്ത ഈ അവസാന തലമുറ, യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസവും വിശുദ്ധിയും നഷ്ടപ്പെട്ട ഈ തലമുറ, കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞത് എന്താണ് നമ്മൾ അതിൽ കൂടെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മനസ്സിലാക്കണം. ഈ തലമുറയ്ക്ക് ഇപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വീഞ്ഞിൻ്റെ കുടി എവിടെ എത്തുമെന്ന് കർത്താവ് പറയുന്നത് ഒരു വിധി രീതിയിൽ പറയുന്നത് കൊണ്ട് നമ്മൾ കേൾക്കണം പ്രിയ സഹോദരനെ. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 41-ാം തിരുവചനത്തിൽ പരമപരിശുദ്ധനും സർവശക്തനും നിത്യപ്രകാശവും നിത്യജീവന്റെ വിധികർത്താവുമായ സ്വർഗത്തിനെയും ഭൂമിയുടെ ഉടയവനായ ഏകസത്യതയുമായി യേശു ക്രിസ്തു പറയുകയാണ്. അത് യോനാ പ്രവാചകന്റെ അടയാളമെന്ന് പറഞ്ഞതിന് ശേഷം 12:41 കർത്താവ് ഇങ്ങനെ പറയാണ്: മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. നിനവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്തെന്നാൽ യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയോടൊത്ത് ഊരിപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വിധി ദിവസത്തിൽ നമ്മെ വിധിക്കുന്നത് നിനവേ നിവാസികൾ ഉയർത്തെഴുന്നേറ്റ് ഈ തലമുറയെ കുറ്റം വിധിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ സർവശക്തനായി യേശു ക്രിസ്തു പറഞ്ഞു വയ്ക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ നിനവയിലെ ജനനിവാസികൾ ഭോഗാസക്തിയുടെ മാദകമായ വീഞ്ഞിന് അടിമപ്പെട്ടു പോവുകയും അവർ വലിയ തിന്മ ദൈവത്തിന് മുന്നിൽ പ്രവർത്തിക്കുകയും പ്രമാണങ്ങളിലും ദൈവിക കൽപ്പനകളിലും മാറ്റം വരുത്തുകയും അവർ ബാബിലോൺ സംസ്കാരത്തിന് പിന്നാലെ പോവുകയും ദൈവിക മഹത്വത്തെ പൂർണ്ണമായിട്ടും വെടിഞ്ഞ് മറന്ന് ജീവിച്ച ഒരു തലമുറയും ഒരു വിഭാഗ ജനമായിരുന്നു നിനവേ നിവാസികൾ. എന്നാൽ കർത്താവ് നിനവയിലേക്ക് തൻ്റെ യോനാ പ്രവാചകനെ അയച്ചപ്പോൾ അവിടെ ഒരു സംഭവം നടന്നു. ആ ഒരു വലിയ സംഭവം, അവരെത്രമാത്രം തിന്മ ചെയ്താലും, അവരെത്രമാത്രം പ്രശ്നകലുഷിതമായി അശുദ്ധിയുടെ കടന്നുപോയാലും, ഈ യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ടപ്പോൾ അവിടെയുള്ള ജനങ്ങൾ എഴുന്നേറ്റു. എന്നിട്ട് അവരെന്തു പറഞ്ഞു? ഞങ്ങൾ അവരെ ചാക്കൊടുത്ത് ചാരം പൂശി 3 ദിവസം ഭക്ഷണം കഴിക്കാതെ, അവിടുത്തെ മൃഗങ്ങൾക്ക് പോലും ഭക്ഷണം കഴിക്കാതെ അവർ ഉപവാസം അനുഷ്ഠിച്ച് പരമകാരുണ്യമായ ദൈവത്തിനു മുമ്പിൽ കരങ്ങൾ ഉയർത്തി ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അവർ യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ചെങ്കിൽ ഇന്നത്തെ തലമുറ ഒരു അനുതാപമില്ലാത്ത തലമുറയാണ്. തിന്മ എത്ര ചെയ്യുന്നതിനും ഒരു മടിയുമില്ല. അശുദ്ധിയും മ്ലേച്ഛതയും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. അതിനൊക്കെ പണം മുടക്കാൻ ഒരു വിഷമവുമില്ല. എന്നാൽ അനാഥർക്കും ദരിദ്രർക്കും വിധവകൾക്കും രോഗികൾക്കും പണമില്ലാത്തവർക്കും ക്യാൻസർ രോഗികൾക്കും ഒരു 500 രൂപ 1000 രൂപ കൊണ്ട് കൊടുത്ത് ഇത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ തരുന്നു പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ അതിന് സമയമില്ല, താല്പര്യമില്ല, അതിനുള്ള അറിവും ജ്ഞാനവുമില്ല. എന്നാൽ മനുഷ്യൻ വലിയ ഇത് മൊബൈൽ ഫോണാകുന്ന ഇതൊരു സെമി കമ്പ്യൂട്ടറാണ് പ്രിയപ്പെട്ടവർ. ഈ കമ്പ്യൂട്ടർ പോലത്തെ ഈ സാധനം ഉപയോഗിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാൻ ഒരു ബുദ്ധിയും ബോധക്കുറവുമില്ല. ഇവിടെ കർത്താവ് പറയാണ്, നിനവേ നിവാസികൾ വിധി ദിവസം ഈ തലമുറയോടൊത്ത് എഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും. എന്നാൽ യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് അവർ അനുദപിച്ചു. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ. ആരായിരുന്നു യോനായേക്കാൾ വലിയവൻ? ഇവിടെ ഇതാ യോനായേക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ആയിരുന്നു. എന്നാൽ അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രവാചക രൂപത്തിലും അപ്പസ്തോലന്മാരുടെ രൂപത്തിലും വന്ന് പറഞ്ഞിട്ടും ഈ ലോകം യഥാർത്ഥ മാനസാന്തരം അന്നും ചെയ്തിട്ടില്ല, ഇന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പ്രിയ സഹോദരരെ, ഇന്നത്തെ പശ്ചാത്തലം ഒന്ന് ആലോചിച്ച് നോക്കി. അതിനുശേഷം കർത്താവ് പറയാണ്, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ
ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറയെടുത്ത് ഉയർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമന്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നെത്തി. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പ്രിയപ്പെട്ടവരെ, സോളമന്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും വലിയ ലോകത്തിൽ അറിയപ്പെട്ട ജ്ഞാനി. ആ ജ്ഞാനിയെ ശ്രമിക്കാൻ ലോകത്തിന്റെ ഏതോ സൈഡിൽ നിന്ന് വിദൂര ദേശങ്ങളിൽ നിന്ന്, ഇന്നത്തെ പോലെ വിമാനങ്ങളോ കപ്പലുകളോ തീവണ്ടികളോ അന്നില്ല. അന്ന് ആകപ്പാടുണ്ടായിരുന്ന യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒട്ടകം അല്ലെങ്കിൽ കുതിര. അതിൻ്റെ പുറത്ത് കയറി മാസങ്ങൾ എടുത്തിട്ടാണ് സോളമൻ രാജാവിൻ്റെ മണ്ഡപത്തിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അതായത് അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, അദ്ദേഹം എഴുതിയ സൂക്തങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി സ്വന്തം രാജ്യത്തേക്ക് പോയി തൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത്ര മാറ്റങ്ങൾ വരുത്തി, ക്രമീകരണങ്ങൾ വരുത്തി, പിതാവായ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ആ രാജ്ഞി വിധി ദിവസത്തിൽ കുറ്റം വിധിക്കാൻ എഴുന്നേൽക്കുമെന്ന് പറയുമ്പോൾ പാപികൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നത്തെ നീതിമാന്മാരെ വിധിക്കും എന്നാണ്. ആ വിധി വരുമ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക്, ആഗോള സഭയെ മൊത്തമായിട്ട് ബാധിക്കും. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിധി ദിനം അടുത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ ലോകം കടന്നു പോകുന്നത്. നമ്മൾ തിരിച്ചറിയണം. ഒരു വിധി ദിനം ആഗതമാകാൻ ഏതാനും വർഷങ്ങൾ കൂടി മാത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഭോഗാസക്തിയുടെ മാധവമായ വീഞ്ഞും അതിൻ്റെ ഉപകരണങ്ങളും, പ്രിയ സഹോദരങ്ങളെ, അതിൻ്റെ ഉപയോഗത്തെ വേണ്ടും വിധം ക്രമീകരിച്ചില്ല എങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ഒരു വിധി തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ ഇനിയും വൈകിക്കൂടാ. അതിനുള്ള പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പടിവാതിലിൽ അതിൻ്റെ മണിമുഴക്കം യുദ്ധത്തിൻ്റെ രൂപത്തിലും, അതിൻ്റെ മണിമുഴക്കം കൊറോണ വൈറസിൻ്റെ പേരിലും, സാമൂഹിക പശ്ചാത്തലത്തിലെ വിശ്വാസവും വിശുദ്ധിയും നീതിയും നഷ്ടപ്പെട്ട രീതിയിലും, ലോകത്ത് മുഴുവനും വ്യഭിചാരവും അതിന് ദുരാത്മ കൊണ്ട് നിറയുകയും അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് ഉടനുണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം ശ്രവിച്ച നമ്മൾ ആ സുവിശേഷത്തിലെ നീതിബോധത്തെ തള്ളിക്കളഞ്ഞു, അതിൻ്റെ വിശുദ്ധിയെ നാം മറന്നു കളഞ്ഞു. ക്രിസ്തുവിന് സുവിശേഷത്തെക്കാളേറെ നാം ഇന്ന് ലോകത്തിൻ്റെ ഇമ്പത്തിൻ്റെ പുറകെ പോകുമ്പോൾ, ലോകസുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ, ലോകത്തിൻ്റെ ഭോഗാസക്തിയുടെ പുറകെ പോകുമ്പോൾ, കർത്താവ് പറയാണ്, യോനാ പ്രവാചകന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട അന്നത്തെ നിനവേ നിവാസികൾ ഈ തലമുറയെ കുറ്റം വിധിക്കുന്നു പറയുമ്പോൾ ആ തലമുറയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മളെ വിധിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ അന്ത്യവിധിക്ക് മുമ്പ് സർവശക്തനായ ദൈവം പറഞ്ഞു വെക്കുകയാണ്, നിനവേ നിവാസികൾ കുറ്റം വിധിക്കുന്നു പറയുമ്പോൾ ആ കുറ്റം വിധിക്കാൻ തക്കവിധമുള്ള ഒരു പശ്ചാത്തലം ഇന്ന് പ്രപഞ്ചത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. കേരളം വളരെ മോശമായ ഒരു പശ്ചാത്തലത്തിൽ പോകുന്നു. ഒരു 10-20 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, അല്ലെങ്കിൽ ഒരു 25 വർഷം മുമ്പ് കുടുംബ ബന്ധങ്ങൾക്ക്, അധ്യാപകർക്ക്, അല്ലെങ്കിൽ വൈദികർക്ക്, അധ്യാപനം എന്ന് പറഞ്ഞാൽ അധ്യാപകനും കുട്ടികളും തമ്മിൽ ഒരു ഗുരുശിഷ്യ ബന്ധം, സഭാധികാരികളെ വലിയ സ്നേഹത്തോടും ബഹുമാനത്തോടും കാണുന്നവർ, സഭാധികാരികൾ തൻ്റെ ഇടവാചനത്തോട് വളരെയേറെ സ്നേഹത്തെ പെരുമാറുന്നവർ, ഒരു ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെതായ മൂല്യമുള്ള ഗവൺമെൻറ്റുകൾ, അങ്ങനെ എല്ലാ വിധത്തിലും സത്യത്തെയും നീതിയെയും മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്ന പശ്ചാത്തലം കേരളത്തിലുണ്ടായിരുന്നപ്പോൾ ഇന്ന് എങ്ങും കാണുന്നത് പിടിച്ചുപറിയും, അഴിമതിയും, വ്യഭിചാരവും, കൊലപാതകവും, മോഷണവും, അശുദ്ധിയും, ദുഷ്ടതയും, മദ്യപാനവും, ഭോഗാസക്തിയും കൊണ്ട് നിറഞ്ഞ ഒരു ലോകം. കേരളവും ലോകം മുഴുവനും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു സോദോം ഗൊമോറ രൂപപ്പെട്ടു വരികയാണ് എന്ന സത്യം പറയപ്പെട്ടവർ മറക്കരുത്. അത് കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, വിധി ദിനത്തിൽ ആരാണ് നമ്മളെ കുറ്റം വിധിക്കാൻ വരുന്നത്? അപ്പോൾ അവർ കുറ്റം വിധിക്കുമെങ്കിൽ ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്കൊരു നീതീകരണം കിട്ടുമോ ഇല്ലയോ, അത് നമ്മൾ ചിന്തിച്ചു നോക്കണം. അതിനാണ് കർത്താവ് നമ്മൾ പറയുന്നത്, കർത്താവ് യേശു ക്രിസ്തുവിൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിശുദ്ധി നാം കേന്ദ്രീകരിച്ചതിന് ശേഷം അതെല്ലാം തൃണവൽക്കരിച്ച്, അതെല്ലാം ഉപേക്ഷിച്ച് ഇന്ന് ഭോഗാസക്തിയുടെ പൊതുവെ പോകുന്നുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഒരു വിധി നമ്മുടെ തൊട്ടുമുമ്പിലുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനാൽ പ്രിയ സഹോദരെ, വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ പോലെ ഭോഗാസക്തിയുടെ മാതമാവീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. അപ്പോൾ അവൾക്കൊരു നിലംപതിക്കാൻ, അവളെ നശിപ്പിക്കുകയും നിലംപതിപ്പിക്കുകയും ശൂന്യമാക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ വിധി തൊട്ടടുത്തുണ്ടെന്ന് വെളിപാട് ഗ്രന്ഥത്തിൽ കൂടെ പറയുമ്പോൾ അത് തന്നെയാണ് യേശു ക്രിസ്തു നേരിട്ട് ഭൂമിയിൽ വന്ന് പറഞ്ഞത്. അതിനുള്ള പ്രിയ സഹോദരങ്ങളെ, നാം ഇവിടെ ഒരു പുനർവിചിന്തനത്തിന് നമ്മുടെ കേരളവും കേരള സഭയും എങ്ങോട്ട് പോകുന്നു? ഞാനും നമ്മുടെ ഇടവകയും നമ്മുടെ രൂപതയും നമ്മുടെ മക്കളും കുടുംബവും നമ്മുടെ സംസ്കാരവും നമ്മുടെ ജ്ഞാനവും നീതിയും എങ്ങോട്ട് പോകുന്നു? നമ്മുടെ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അളവ് എങ്ങോട്ട് പോകുന്നു? ഏത് മാനദണ്ഡം വെച്ച് ഏത് ദൈവം നമ്മളെ വിധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് പ്രിയ സഹോദരൻ. അതിനായി
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഒരുക്കമായി നമ്മൾ ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു പുനർവിചിന്തനം ചെയ്യാൻ വളരെ അത്യാവശ്യമായിരിക്കുന്ന പശ്ചാത്തലമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇത് അധികം കാലം മുന്നോട്ട് പോയി നമ്മളെ രക്ഷിക്കാൻ ഒരു പുതിയ തലമുറ വരുമെന്നോ, പുതിയൊരു സിദ്ധാന്തം വരുമെന്നോ, പുതിയൊരു തത്വസംഹിത വരുമെന്നോ, അല്ലെങ്കിൽ പുതിയൊരു നവീകരണം വരുമെന്നോ ആരും വിചാരിക്കുകയും പാടില്ല. കാരണം യുദ്ധങ്ങളും ക്ഷാമങ്ങളും പെട്ടെന്ന് സംഭവിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് ലോകം നടന്നത്. അതുകൊണ്ടാണ് കുർദോസ് ലേഖനത്തിൽ പരിശുദ്ധ എഴുതി വെച്ചവരം ഗർഭിണിക്ക് പ്രസവവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ, നിങ്ങളുടെ മേൽ നിബദിക്കും എന്ന് കർത്താവ്. നിബദിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കും തീർന്നു പോവുക, ശൂന്യമാക്കപ്പെടുന്ന അവസ്ഥ. അത്ര ഭയാനകമാണ് ഇന്നത്തെ മ്ലേച്ഛതയുടെ അളവ്. അതിനാൽ പ്രിയ സഹോദരരെ, വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടെ ഇനിയുള്ള ജീവിതത്തെ ക്രമീകരിച്ചില്ല എങ്കിൽ നാം നശിച്ചു പോകുന്നത് നാം പോലും അറിയുകയില്ല. അതിനായി നമ്മൾ ഓരോരുത്തർ സമൃദ്ധമായി കർത്താവ് ഒരുങ്ങുവാനുള്ള അനുഗ്രഹം നമ്മൾ നിറയ്ക്കട്ടെ. അതിനായി കർത്താവ് യേശു ക്രിസ്തു തിരുത്തും നമ്മെ ഒരുക്കമാറാട്ടെ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും വിശുദ്ധിയും ഊന്നിപ്പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെടുന്നതിന് വേണ്ടി നാം ഈ ലോകത്ത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മുഴുവനും ചെയ്യാൻ നമുക്ക് സാധനം. അതിനുവേണ്ടി നമ്മൾ ഒരു രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഡോക്ടറെ നമ്മൾ തപ്പി എവിടെയാണ് പോയി നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സിക്കും. എന്നാൽ അതിനേക്കാൾ ഏറെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെ പോയി നല്ലൊരു ധ്യാനം കൂടണം, നല്ലൊരു കുമ്പസാരം നടത്താം, നല്ലൊരു വിസ്തീർണ പ്രക്രിയ നടത്താം എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓടേണ്ട സമയമാണിത്. അതിനായി നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീട്ടിൽ വെച്ച് ഈ മാസം അവസാനത്തെ 28, 29, 30 തീയതികളിൽ എൻ്റെ ഭവനത്തിൽ ധ്യാനം നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിച്ച് പേര് ബുക്ക് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് വരിക. ഇത് കർത്താവ് പറയാണ്, ഈ തലമുറ ഇവിടെ യോനായേക്കാൾ വലിയവൻ ദക്ഷിണദേശത്തെ രാജ്ഞി വിധി ദിവസം ഈ തലമുറ എടുത്ത് തോൽപ്പിക്കപ്പെടും, ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യും. എന്തെന്നാൽ സോളമൻ്റെ വിജ്ഞാനം ശ്രമിക്കാൻ അവൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നു എന്നതുപോലെ ഈ സോളമൻ്റെ പോലെ ഒരു വിജ്ഞാനം എന്ന് പറയുന്നത് ഇതിനകത്ത് വിജ്ഞാനത്തെ എഴുതിയിരിക്കുന്നത്. വിജ്ഞാനത്തെ മൊത്തമായിട്ട് എഴുതിയിരിക്കുന്നത് അറിവ്, ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം, 3 തരം കൂടെ കൂടുന്ന ഒരു വിജ്ഞാനത്തെ, ജ്ഞാനം, അതിനെ മൊത്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിജ്ഞാനം. സോളമൻ്റെ ജ്ഞാനം അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെയും തലത്തിൽ ഉണ്ടായിരുന്ന ജ്ഞാനമായിരുന്നു എങ്കിൽ അതിന് തത്തുല്യമായ ദൈവിക വചനത്തിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഈ എളിയദാസിൽ കൂടെയൊക്കെ ക്ലാസ് കേട്ടാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഒരു ധ്യാന ക്ലാസ് കൂടണ്ടാത്ത വിധം അത്രമാത്രം പരിപൂർണത നിറഞ്ഞ ക്ലാസ്സുകളും കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വിശീലന പ്രക്രിയയ്ക്ക് വരുക. എൻ്റെ നമ്പറുകൾ ഞാൻ പലപ്പോഴും തന്നിട്ടുണ്ട്. പല ക്ലാസ്സിലും നമ്പർ കിടപ്പുണ്ട്. ഒരിക്കൽ കൂടി പറയുകയാണ്, 97 78 17 22 83. ആ ക്ലാസ്സുകൾ വചനം നമ്പറുകൾ മനസ്സിലാക്കിക്കൊണ്ട് പേര് വിളിച്ച് ബുക്ക് ചെയ്തുകൊണ്ട് ഈ വിധി ദിനത്തിൽ നമ്മളെ വിധിക്കാൻ വരുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് പറഞ്ഞത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്കെതിരെ വരുന്നത് ഈ വചനം കേട്ട് വിശുദ്ധി പ്രാപിച്ച് പൂർണ്ണമായിട്ടും ഉപവാസമെടുത്ത് പ്രാർത്ഥനാപൂർവ്വം തൻ്റെ എല്ലാ തെറ്റുകളെയും തിന്മകളെയും വലിച്ചു ദൂരെ എറിഞ്ഞ് വിശുദ്ധ തന്നിലേക്ക് നടന്നു വന്ന ആ നിലവേ നിവാസികളെ പോലെ വിശുദ്ധീകരണ പ്രക്രിയ നടത്തുവാൻ പറ്റിയൊരു പശ്ചാത്തലവും സാഹചര്യവും ഉടൻ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അതിനെ പൂർണ്ണമായത് പ്രയോജനപ്പെടുത്താൻ നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി യേശു ക്രിസ്തു അനുഗ്രഹിക്കട്ടെ. അതിനെ നമ്മെ ഓരോരുത്തരും സർവ്വസ്ഥനായ ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.